മറ്റേ ഇതിന് വേണ്ടിയിട്ട് ലൈബ്രറിക്ക് വേണ്ടി എഴുതി ഞങ്ങൾ കൊടുത്തു. അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ലൈബ്രറി നമ്മൾ വിചാരിച്ച പോലെ സക്സസ് ആയിട്ടില്ല. അതിനൊന്നും പറ്റിയ ആളെ ഇരിക്കാനോ ആർക്കും വായിക്കാനൊന്നും താല്പര്യമില്ല. എല്ലാവർക്കും TV കണ്ടാണ്. നാട്ടിൻപുറത്തും ഒക്കെ തന്നെ ഒരു TV ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇരിക്കാനാണ്. വായിക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ, താല്പര്യമില്ല. അത് കാരണം ലൈബ്രറി വിചാരിച്ചതുപോലെ അത്ര എന്നാ വായിക്കുന്നുമുണ്ട്. വായന മരിക്കുന്നു എന്ന് പറയാനൊക്കില്ല. എനിക്ക് തോന്നുന്നു സിറ്റികളിലാണ് കുറച്ചുകൂടി വായനയുള്ളതെന്ന് തോന്നുന്നു. നാട്ടിൻപുറത്തുകാർ ഇപ്പൊ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്, ശരിക്കും TVയിൽ മുഴുകിയിരിക്കുകയാണ്. സിറ്റിയിൽ പലർക്കും അതിന് സമയം കിട്ടാറില്ല. അങ്ങനെയുണ്ട്. അമ്മയുടെ പുസ്തകത്തിൽ നിന്ന് ആധാരമാക്കിയ ചോദ്യം തന്നെയാണ്. സ്നേഹിച്ച പെൺകുട്ടിയുടെ ഭാവിയെ കരുതി ഒരവസരത്തിൽ മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ തക്ക ഉറച്ച മനസ്സുള്ള ഒരാളെയും സിനിമയുടെ ദുഷിച്ച വശങ്ങളിൽ മനസ്സുകൊണ്ട് സിനിമ തന്നെ മതിയാക്കിയാലോ എന്ന് ചിന്തിക്കുന്ന പത്മരാജൻ സ്വാമിയും അമ്മയുടെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് വായിച്ചെടുക്കാം. സത്യത്തിൽ എന്തായിരുന്നു മിസ്റ്റിക് പരിവേഷമുള്ള ആ വ്യക്തിത്വം? ഒരു ഗന്ധർവനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തലത്തിലാണ് പത്മരാജൻ സ്വാമിയെ ആരാധകരായാലും സ്നേഹിക്കുന്നവരായാലും നോക്കിക്കാണുന്നത്. ഒരു നിഗൂഢതയുടെ ഒരു പരിവേഷം, അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥ വ്യക്തിത്വം വായിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അമ്മ അടുത്തറിയാം? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സ്നേഹമുള്ളവനെ, ഒരു കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്റെ അമ്മയുടെ എന്തൊക്കെയോ സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ എനിക്കിഷ്ടം. എന്നോട് പറഞ്ഞു. ആ ഇഷ്ടം അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ വിട്ടു. ഒരിക്കലും എനിക്കൊരു എത്രയോ ആൾക്കാർ എന്തൊക്കെയോ അദ്ദേഹത്തിനെ കുറിച്ച് പത്രങ്ങളിലൊക്കെ എഴുതി വന്നു. പത്മരാജന്റെ മുറിയിൽ 12 പെൺകുട്ടികള്, അല്ലെങ്കിൽ അഭിശപ്ത രാത്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അത് അങ്ങനത്തെ ഉള്ള ഒരുപാട് വന്നു. എന്റെ പ്രായക്കുറവുകൊണ്ടായിരിക്കാം എനിക്ക് അത്തരം ഇതിനെ കുറിച്ച് കൂടുതൽ അറിവില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വായിച്ചിരിക്കുന്നു. എന്താന്ന് വെച്ചാ ഇതൊന്നും വായിച്ച് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. അത് അദ്ദേഹത്തിനെ അടുത്ത് പരിചയമുള്ളവർക്ക് വളരെ കുറച്ചു പേരായിട്ടാണ് അദ്ദേഹം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ക്ലബിൽ പോക്കുണ്ടായിരുന്നില്ല. ഈ വർക്കില്ലാത്ത സമയത്ത് മുഴുവൻ കുട്ടികളുടെ കൂടെ കളിക്കും, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇരിക്കും, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ട്രിവാൻഡ്രം ക്ലബോ മറ്റേ ശ്രീമൂലം ക്ലബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. വല്ലപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്ത് നികുഞ്ചം ഹോട്ടലിൽ അവിടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ എല്ലാവരും കൂടെ സന്ധ്യയ്ക്ക് കുറച്ചു നേരം, അപ്പോഴും എന്നെ ഒറ്റയ്ക്ക് ഒരുപാട് നേരം ഇരുത്തില്ല, കുറച്ചു നേരം അവിടെ പോയിരുന്നിട്ട് വരുമായിരുന്നു. സാഹിത്യം അത് കാവാലം ഉണ്ടാവും, അരവിന്ദൻ ഉണ്ടാവും, പുരുഷോത്തമൻ ഉണ്ടാവും, അങ്ങനെ കുറെ ഒരുപാട് സാഹിത്യകാരന്മാർ അവിടെ വരുമായിരുന്നു. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ സാഹിത്യകാരന്മാരും മുരിഞ്ചത്ത് വരുമായിരുന്നു. അങ്ങനെ നെടുമുടി വേണു ഒക്കെ അമ്മാവൻ കളിച്ചും പാട്ട് കവിത ചൊല്ലിയും കാവാലത്തിന്റെ ട്രൂപ്പും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവരെ പോലെ ആയിരുന്നില്ല പരമ്പരാജൻ. അവരുടെ കൂടെ ആയിരുന്നെങ്കിലും അവരെ പോലെ ആയിരുന്നില്ല. ഭരതന്റെ അങ്ങേ അറ്റത്തെ ഫ്രണ്ടായിരുന്നെങ്കിലും ഭരതനെ പോലെ ആയിരുന്നില്ല. ഇപ്പൊ തന്നെ ഉണ്ണിത്താൻ ഈയിടെ ഞങ്ങളെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടിവിയില്, ദൂരദർശനില്. പറയുമായിരുന്നു, ഞാൻ സാറിന്റെ കൂടെയും വേറെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്ന ഒരു ഡയറക്ടറെ കണ്ടിട്ടില്ല. ഡയറക്ടറല്ല പൈസ കൊടുക്കുന്ന, പക്ഷെ വാങ്ങിച്ചു കൊടുക്കും കൃത്യമായിട്ട്. നേരെ മറിച്ച് പല ആൾക്കാരും അതിന് ഉത്സാഹമേ കാണിക്കാറില്ല, പലർക്കും കിട്ടിയിട്ടില്ല. പൈസയെ കിട്ടാതെയാണ് ഒരുപാട് പേര് സംരക്ഷിക്കുന്ന. ഇത് കൂടെ നിൽക്കുന്ന അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം കുടുംബത്തിനെ പോലെ തന്നെ മറ്റുള്ള ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഈ പലർക്കും. പല കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ വീട്ടില് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാല് അവിടുന്ന് പൈസ വാങ്ങിച്ച്, അല്ലെങ്കിൽ എന്റെ അടുത്ത് പറയും ഇത്ര രൂപ ഇന്ന ആൾ കൊണ്ടുതരും, നീ ഉണ്ണിത്താന്റെ അവിടെ കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അവിടെ കൊണ്ടു കൊടുക്കണം എന്ന് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പൈസ. അത്ര ഇതായിരുന്നു. ഒരിക്കലും ഈ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസിനെ താഴ്ത്തി കെട്ടിയിട്ടേ ഇല്ല. അവർക്ക് വേണ്ട എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണിത്താന്റെ വായിൽ തന്നെ ഉണ്ണിത്താൻ TV കൂടെ പറഞ്ഞു. ദൂരദർശനിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഒരു മണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫൈബർ 9 തൊട്ട് 9 ഒരു മണിക്കൂർ. അതിൽ ഉണ്ണിത്താൻ പറഞ്ഞു, ഇതുപോലെ ഒരു ഡയറക്ടർ ഞങ്ങൾ 11 പടങ്ങളിൽ ഉണ്ണിത്താൻ വർക്ക് ചെയ്തു. സുരേഷ് അമ്മ. പക്ഷെ അവസാന കാലത്ത് ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയായിട്ട് എന്തോ ഒരു അകൽച്ചയോ ഒരു കാരണം എന്താന്ന് വെച്ചാല്
സാർ ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിനെ പോലുള്ള മനസ്സ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ പല എന്നാലോ കണ്ടു കഴിഞ്ഞാൽ പോലെ കനകീര്യോ തോന്നും. അതൊന്നും മിണ്ടില്ല. അതിന് സംസാരിച്ചിട്ട് എന്താണ് ഇദ്ദേഹം എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഇട കൊടുക്കില്ല. പിന്നെ അവനോ നല്ല കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പൊ ആരെങ്കിലും വന്നിട്ട് നമ്മൾ വളരെ വിശ്വസ്തരായ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്ത വേദനയാണ്. അത് സത്യമാണോ കള്ളമാണോ ഒന്ന് അന്വേഷിച്ചറിയാൻ, അത് അന്വേഷിക്കാൻ തന്നെ മടിയാണ്. അങ്ങനെ ഒരാൾ വന്ന് ബ്ലസ്സിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ അറിഞ്ഞു അയാള് വെറും പാവമാണ്. പക്ഷെ വായിത്തോ ചില സമയത്ത് ഈ ശുദ്ധം ദുഷ്ടന്റെ അങ്ങനെ പറ്റിയതാണ്. എങ്കിലും അറിഞ്ഞുകൊണ്ടാണ് പോയത്. ആ ഒരു ഗുരുനാഥന്റെ സ്ഥാനത്ത് മാത്രമല്ല അദ്ദേഹം മരിച്ചിട്ട് എന്നും വരുമായിരുന്നു ഇവിടെ വന്നിട്ട്. ഞാൻ പറഞ്ഞു ബ്ലസ്സി ഒരിക്കലും പടം എടുക്കാൻ പോകുന്നില്ല. എത്രയോ വർഷങ്ങൾ ഈ കാഴ്ച എന്നുള്ള പടം എടുക്കുന്നത് വരെയുള്ള സമയം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എന്റെ അടുത്തൊരു കഥ പറയും, ചേച്ചി ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ കഥ പറയും. ഇവിടെ വന്ന് എന്റെ കാലിനെ നമസ്കരിക്കും, സാറിനെ നമസ്കരിക്കും. ചേച്ചി ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു സാരമില്ല, എന്റെ അടുത്ത് മരിക്കണതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇത് സത്യമാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കിത് ഈ ആൾക്കാരൊക്കെ വെള്ളം ഒടിക്കുമ്പോ പലതും അറിയാതെയൊക്കെ വായിന്ന് വീഴും. അങ്ങനെ പലതും എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് ഒരു സിനിമ റിവ്യൂ കാണാൻ പോകും, ഞാൻ എങ്ങനെയാ എനിക്ക് മനസ്സിലൊന്നും ഇരിക്കത്തില്ല. അപ്പൊ ഒരു സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. റിവ്യൂ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പറയുന്നു. അപ്പൊ അവസാനമൊക്കെ ആവുമ്പോ റിവ്യൂ കാണാൻ പോകുമ്പോ ഒന്നും പറയണ്ട, സിനിമ നന്നായില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കെന്നാലും അത് പറയാനും പറ്റില്ല. ഞാൻ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങ് അദ്ദേഹത്തിനോട് പറയുന്നത് പോലെ തന്നെ അങ്ങ് പറയുമായിരുന്നു. അത് മനസ്സിൽ വെച്ചിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അല്ലാതെ ഇങ്ങനെ പറയുന്ന അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തിനെ പോലാണ് എല്ലാവരും എന്നാണ് വിചാരിക്കുന്നത്. ഇവര് പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചു. സിനിമാ സംബന്ധിയായി അമ്മ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ തന്നെ ഉത്തരം തന്നതാണ്. സിനിമാ സംബന്ധിയായ യാത്രകൾ, രചനയുടെ ഇടവേളകൾ തുടങ്ങിയ തിരക്കുകൾക്കിടയിലും കുടുംബത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. എങ്ങനെയുള്ള ഒരു അച്ഛൻ അഥവാ ഭർത്താവായിരുന്നു അദ്ദേഹം? എവിടെയെങ്കിലും പോകണമെങ്കിലും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വളരെ ഇപ്പോഴും ഞങ്ങൾ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ടാണ് വന്നത്. ഇവര് എത്രയോ 30 കൊല്ലം മുമ്പുള്ള ഫ്രണ്ട്സാണ്. കല്യാണം കഴിഞ്ഞ ഒരു 80 മുതൽ കണക്കാക്കി 80 മുതലുള്ള ഒരു ഫ്രണ്ട്സാണ്. അപ്പൊ ഇവർ ഞങ്ങള് കാറ്റ് കളിക്കും. അപ്പൊ എല്ലാവരും ഈ ഫ്രണ്ട്സ് എല്ലാം കൂടി കാറ്റ് കളിക്കും. അപ്പൊ ഈ പെണ്ണുങ്ങളിങ്ങനെ പല വർത്താനും പറയും. എനിക്കാകെ ഒരൊറ്റ വിഷയമുണ്ടായിരുന്നു പത്മരാജൻ. എന്തെങ്കിലും രാജേട്ടൻ എന്നാണ് ഞാൻ വിളിച്ചത്. രാജേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് രാജൻ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വൈകുന്നേരം 6 മണിക്ക് പറഞ്ഞത്. രാജൻ ചോദിച്ചു, ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ഭർത്താവ് ഒരു രാജേട്ടൻ, ഞങ്ങൾക്കാർക്കും ഇല്ലേ എന്ന് പറഞ്ഞ ഒരു രാജേട്ടൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവരെന്നെ വഴക്കു പറയും. പക്ഷെ ഇവരെന്തൊക്കെ പറഞ്ഞാലും വേറെ ഒന്നും എനിക്ക് ചെവി കേൾക്കില്ല. എനിക്ക് എന്താണെന്ന് എനിക്കറിയാം. അമ്മയുടെ ലോകം പത്മനാഭൻ സാറിന്റെ ചുറ്റുമായിരുന്നു എന്നുള്ള വേറൊന്നും അറിയില്ല പറയാനും. എന്നിട്ട് ഈ മരിക്കണതിന് 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിലെല്ലാവരും കത്തും ഭാഗ്യവതി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ വയസ്സുകൾക്ക് റൊമാൻറ്റിക് ആവുകയാണോ എന്നോട് ചോദിച്ചു. അങ്ങനെ പിന്നെ കഴിഞ്ഞല്ലോ അത് പറയണ്ടായിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരുന്നു. ഇനി അടുത്തൊരു പൊതു ചോദ്യമാണ് എല്ലാ എഴുത്തുകാർക്കും